നമസ്കാരം. സ്നേഹപ്പെരുമഴയുടെ പൂക്കാലം കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞ ബ്യൂട്ടി മാർഗോൾഡ് അമ്മ അമ്മായിയമ്മ. ബ്യൂട്ടി മാർഗോൾഡ് അമ്മ അമ്മായിയമ്മയുടെ മുഴുവൻ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം അമ്മമാരെ പോലെ തന്നെ നമ്മളോടൊപ്പം ഇരുന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് സുകുമാരിയമ്മ, ഡോക്ടർ ലതാ ദാസ്. ഇപ്പോഴാണ് ശരിക്കും ഇതൊരു സ്നേഹപ്പോരായത്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള പോര് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. മറ്റൊന്നുമല്ല, നമ്മൾക്ക് കുറച്ച് എന്താ പറയാ ചിരി ആവശ്യമുണ്ട്, സന്തോഷം ആവശ്യമുണ്ട്. അതിനായി ഇതാ എത്തുന്നു ത്രിപയും വിജയലക്ഷ്മി അമ്മയും അവരുടെ സ്വന്തം ഫാമിലി കാർണിവലുമായി. നമുക്ക് സ്വാഗതം ചെയ്യാം വിജയലക്ഷ്മി അമ്മ ആൻഡ് ത്രിപ. ഹലോ, ഹായ്. എന്താ ഇത് ഉറങ്ങാനുള്ള പുറപ്പാടാ? നൈറ്റി ഒക്കെ ഇട്ട് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്യാണ്. സ്കിറ്റ് ചെയ്യാൻ പോവാ? നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നേരത്തെ എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞത്? മൈക്ക് അടുപ്പിച്ച് സംസാരിക്കണം, നല്ല ഉറക്കെ സംസാരിക്കണം, എന്നാൽ മാത്രമേ മാർക്സ് കൂടുതൽ കിട്ടുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ലക്ഷ്മി, എന്താ എന്ത് പറ്റി? ഈ സംഭവം ഇവിടെ പറ്റില്ല. എന്ത് പറ്റി? ഉറങ്ങിയിട്ട് സംഭവം ഇവിടെ പറ്റില്ല. അതെന്താ? ഒരല്പം ഉറങ്ങിപ്പോയമ്മേ. അത് ഇന്നലെ നേരം വൈകിട്ടാ ഉറങ്ങിയത്. നല്ല തലവേദനയായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. രാവിലെ ഉറങ്ങി നിൽക്കുന്നവര് കൊണ്ടുവന്ന പെണ്ണിന്റെ വീട്ടിന്റെ ഐശ്വര്യമാണ്. കൊണ്ടുവന്ന പെണ്ണ് വീട്ടിന്റെ ഐശ്വര്യമാണ് രാവിലെ ഉറങ്ങി നിൽക്കുന്നത്. അല്ലാതെ ഇന്ന് ഉച്ച എണീക്കുന്നെങ്കിൽ ഇങ്ങനെ വരണ്ട. അമ്മ, എപ്പോഴും ഞാൻ തന്നെയല്ലേ നേരത്തെ എണീച്ച് എല്ലാ പണികളും തീർക്കുന്നത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ തലവേദനയുണ്ട്, ഒരലപ്പം ഉറങ്ങിപ്പോയി ഞാൻ. വേണ്ട, നീ പോയി കിടന്നോ. ഞാൻ വെച്ചുണ്ടാക്കി മേശപ്പുറത്ത് മഹാറാണിയല്ലേ, മേശപ്പുറത്ത് വെച്ചുതരാം. അമ്മ വെച്ച് വിളമ്പി തരണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എപ്പോഴും അമ്മയെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടോ? നീ മിണ്ടണ്ട, അപ്പൊ ഒരു കാപ്പി എടുത്തിട്ട് വാ. ഹലോ മോനെ, ആകാശാണോ? ആ, നിനക്കവിടെ സുഖാണോ? എങ്ങനെ ഭക്ഷണമെല്ലാം എങ്ങനെ? ആ, ജോലിക്കൊന്നും വിഷമമില്ലല്ലോ? ആ, നല്ല മോന്റെ സ്നേഹിതനില്ലേ ഷിയാസ്, ഇതിനു മുമ്പ് ഫുട്ബോൾ കളിയില് അവൻ കൽക്കത്തയില് ജോലി കിട്ടിയടാ. ആ, അവിടെ വെച്ചേക്ക്. ആ, പിന്നെന്താണ്? ആ, അവൾക്ക് ഇവിടെ എന്താ ഒരു കുറവ്? പരമാനന്ദല്ലേ, കൊടുക്കണ? ആ, കൊടുക്ക. ഹലോ. ആ, എന്താ ചേട്ടാ, സുഖാണോ? എന്ത് ഇന്നാലെ വിളിക്കാതിരുന്നേ? ഓ, ഇന്ന് ലീവാണോ? ഓ, അത് ശരി. ആ, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നോ? അതെ. ഇല്ലേ? നിന്റെ സീതനം കിട്ടിക്കൊണ്ടുവന്ന കാശുകൊണ്ടതല്ല, അവൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണം കൊണ്ട് പോയത്. ഹലോ. ഏയ്, അത് ഫോൺ വിളിച്ച് തീർക്കണ്ട കാശ്. ചേട്ടാ, പിന്നെ വിളിക്കോ? ഫോണ് വിളിക്കുന്നു. ഏയ്, കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. ഓ ശരി, കേക്കട്ടെ. ആ, ശരി. ചായ കുടിക്കും. ഇവിടെ ആരും ഇല്ലേ? ആ, ഇതാര്? വനജയോ? ഇരിക്ക്. അല്ല, ഇതാര്? എന്റെ മോന്റെ ഭാര്യ പ്രിയ. അപ്പൊ ഷിബുവിന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞ് ചങ്ങാഴ്ച. ഒന്നും പറയാം. അതെന്താ എന്നോട് പറയാതിരുന്നേ? അത് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് എടുത്തുകൂട്ടി കുറച്ച് ആൾക്കാരോട് പറഞ്ഞ്
കഴിഞ്ഞ് കല്യാണം. ആട്ടെ, ഇത് എവിടുന്നാ പെണ്ണ്? തലശ്ശേരി. വലിയ തറവാട്ടുകാരാന്ന്. അതുകൂടാണ്ട് ഒരുപാട് സ്വത്തും 250 പവനും ഒരു കാറും. നമ്മളായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, അവരായിട്ട് തന്നതാണ്. ഇവിടെയുണ്ട് ഒന്നിനെ കൊണ്ടതിന് 10 പൈസ ഗതിയില്ലാത്ത എന്റെ മോന്റെ വിധി. പിന്നെ എന്തുണ്ട് ചങ്ങാഴ്ച വിശേഷം? ചായ കുടിക്ക്. ഇതാണ് മോളെ ആകാശിന്റെ ഭാര്യ, സുബ്രഹ്മന്റെ മരുമകൾ. ഓ, ഇതാണോ? ഞാൻ കരുതി ഇവിടുത്തെ സർവന്റ് ആണെന്ന്. അമ്മേ, നമുക്ക് ഇറങ്ങാം. ആ മോളെ, പോവല്ലേ, ഊണ് കഴിച്ചിട്ട് പോവാ. അതൊന്നും പറ്റില്ല. ശിവാട്ടൻ അവിടെ കവലയിൽ കാറുമായിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ. പിന്നെ ഒരു സിനിമയൊക്കെ കാണണമെന്നുണ്ടല്ലോ അമ്മേ. അതെ സുഭദ്ര, നമ്മൾ ഇറങ്ങട്ടെ. എന്നാ വരട്ടെ ആന്റി. ശരി മോളെ, ഇറങ്ങട്ടെ. ശരി ആന്റി. ചായ കുടിച്ചില്ല. ഹലോ മോളെ, അർച്ചനയാണോ? ഇവിടെ വനജാന്റി വന്നിരുന്നു. ഷിബുവിന്റെ കല്യാണം കഴിഞ്ഞു. വലിയ ഇവിടുന്നാ കൊണ്ടുവന്നത്, തലശ്ശേരിയിലാ. 250 പവനും ഒരു കാറും. ആ മോളെ, നമ്മളെ ബ്രോക്കർ പറ്റിച്ചതല്ലേ? ആ അതെ. ആ എന്ത് ചെയ്യാൻ, നമ്മളെ വിധി. എന്റെ മോനെ ഒരു അട്ടാക്കണ്ട് കൊണ്ട് കുടുക്കി കളഞ്ഞ ബ്രോക്കർ. പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. എന്നാ ശരി. മോളെ, എന്റെ കാലേ. അയ്യോ അമ്മ, എന്താ പറ്റിയത്? അയ്യോ അമ്മ, എനിക്ക് അമ്മ ശ്രദ്ധിക്കണ്ട. എന്താ ഇത് പറ്റിയത്? അമ്മ, എനിക്ക് അമ്മ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് ഇരിക്കേ. എന്റെ കാല്. അയ്യോ, എന്റെ തല പൊട്ടി. ഇരിക്കാമേ. നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോകാം അമ്മേ. വേണ്ട, ഞാൻ നമ്മളെ ഫാമിലി ഡോക്ടറെ വിളിച്ച്. അമ്മ അങ്ങോട്ട് കിടക്ക്. അയ്യോ, എന്റെ കാല്. ഞാൻ വിളിക്കാം. അമ്മ അങ്ങോട്ട് കിടക്ക്. അയ്യോ, ആയി എന്റെ കാല്. അമ്മ അങ്ങോട്ട് കിടക്ക്. അയ്യോ അയ്യേ, കിടക്കമ്മ. രക്തം വരുന്നുണ്ട്. ഞാൻ ഡോക്ടറെ വിളിക്കാം. അയ്യോ, നെറ്റിയൊക്കെ പൊട്ടിയിരിക്കണല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കാം. അമ്മ കിടക്ക്. തുടങ്ങ, വേദന ചോരൊക്കെ എന്ത് പറ്റി സൂത്രാമേ? ഒന്ന് വീണതാ ഡോക്ടറെ. നോക്കട്ടെ. ഡോക്ടറെ, അമ്മ ഒന്ന് കാല് തന്നെ വീണതാ. വേദനയുണ്ടോ? നെറ്റിയൊക്കെ പൊട്ടിയിരിക്കുന്നു ഡോക്ടറെ. വേദനിക്കുന്നോ? അയ്യോ, ഏയ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഉളുക്കുള്ളൂ. നെറ്റി പൊട്ടിയിരിക്കുന്നു ഡോക്ടറെ. ഏയ് അങ്ങനൊന്നും പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഞാനൊരു പെയിൻ കില്ലർ തരാം, അത് കൊടുത്താൽ മതി രാത്രി. ശരി ഡോക്ടർ. ഓക്കെ, എന്നാ ശരി, ഞാൻ വരട്ടെ സോദരാമേ. ഡോക്ടറെ. ആ ശ്രദ്ധിക്കട്ടാ. ഓക്കെ, ശരി മോളെ. മോളെ, ഒന്ന് അമ്മനെ എണീറ്റിരുത്ത്. അയ്യോ അയ്യോ, അമ്മ ഇങ്ങോട്ട് ചാരി കിടന്നോ അമ്മേ. ഞാൻ ഫോണൊന്നും ഇങ്ങോട്ട് എടുത്ത്. പോണോ? ഹലോ മോളെ, അർച്ചനെ, അമ്മ ഒന്ന് വീണടി. കാലിന് ചതവുണ്ട്. എനിക്കൊന്ന് വരാൻ പറ്റുമോ? ഏ കരയുന്നത്? അമ്മ എന്തിനാ കരയുന്നത്? അവൾക്കിപ്പോ എന്റെ അമ്മയല്ലേ വലുത്. ആര്? ഫംഗ്ഷനാണ് വലുത്. ചേച്ചിയോ? അമ്മ എന്തിനാ? അമ്മയെ ഞാൻ നോക്കില്ലേ, പിന്നെന്തിനാ അമ്മ ചേച്ചിയെ വിളിക്കാൻ പോയത്? അമ്മക്ക് ഞാനില്ലേ? എത്ര കഷ്ടപ്പെടുത്തി. എന്നാലും എന്റെ അമ്മയല്ലേ അമ്മ. ഞാൻ അമ്മയെ സ്വന്തം അമ്മയായിട്ടല്ലേ കാണുന്നത്. എന്നിട്ട്
സ്വന്തം അമ്മയെ മക്കളെ തെറ്റിദ്ധരിക്കും അമ്മേ. അമ്മ കരയരുത്. അമ്മയെ ഞാൻ നോക്കിക്കോളാം. ആരില്ലെങ്കിലും ഞാൻ നോക്കിക്കോളാം. അമ്മ ഈ ചോറ് തന്നു. അയ്യോ ഇതെന്ത് പറ്റി സുഭദ്രാമ്മേ? അയ്യോ ഞാൻ അറിഞ്ഞില്ല. നമ്മളെ പാൽക്കാരൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആട്ടെ മോളെ വിളിച്ചോ? മോൾക്കിപ്പോ അമ്മനെക്കാളും വലുത് ഫംഗ്ഷനാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ മോളെ വലുത് മരിയോളെ വലുതെന്ന്? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞതിനാ പാവം കുട്ടീനെ എങ്ങനെ ചെയ്യരുതെന്ന്. മര്യാദക്ക് അതിന് ഇടാനൊരു വസ്ത്രം കൊടുത്തിന നീ? മര്യാദക്ക് ഒരു വായിക്ക് രുചിയുള്ള തിന്നാൻ കൊടുത്തിന? എന്തെല്ലാം ദ്രോഹം നീ ആ കുട്ടീനെ ചെയ്തത്? നിനക്ക് ഇതല്ല ഇതിലും വലുത്. ഇത് നീ ആ കുട്ടീനെ ഇതാക്കിയ പടച്ചോൻ തന്ന ശിക്ഷയാണിത്. ഇത് എല്ലാ അമ്മായിയമ്മമാർക്കും ഒരു പാടാണ്. എല്ലാ ഇതെന്താ ഞാൻ കാണുന്നത്? എല്ലാ സുഭദ്ര ഇതെല്ലാം നിന്റെ പൊന്നല്ലേ? എന്നിട്ട് ഇതെല്ലാം പെട്ടിയിൽ വെച്ചിട്ടിരുന്നതാ മോക്ക് കൊടുക്കാൻ വേണ്ടിട്ട്? നീ ആളെ മോശമില്ല കേട്ടാ. ഈ സാരിയൊക്കെ നിന്റേതല്ലേ ഇത്? ആയിക്കോട്ടെ, ഇതിപ്പോ ഇതിന് ഇവൾക്കുള്ളതാ. അതെയാ? ഇപ്പൊ മതിയായ? ഇപ്പൊ എന്റെ മരുമോളല്ലേ, ഇത് മോളാണ്. അതെ ഇപ്പൊ എനിക്ക് മതിയായ? ലക്ഷ്മിയല്ല, ഇവള് മഹാലക്ഷ്മിയാണ്.